അതാ അമ്മ പോകുന്നുണ്ടില്ലേ? അമ്മേ, എന്താ ഇത്? വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലേക്കാണല്ലോ വന്നേ. മോള് സ്കൂളിൽ ചേരാൻ പോവല്ലേ? അപ്പൊ അമ്മയും മോള് നന്നായി പഠിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഓക്കേ? ശരി അമ്മേ. അല്ല, ഇപ്പൊ എന്തിനാ നിങ്ങളുടെ അമ്മ ആവശ്യമില്ലാതെ ഈ നേർച്ചയൊക്കെ നേർന്നുകൊണ്ടിരിക്കുന്നെ? അറിയില്ല, എന്തിനു വേണ്ടിയായിരിക്കും. ആ പിന്നെ നമ്മുടെ വിവാഹ വാർഷികം ആയതുകൊണ്ട് നമ്മുടെ ഭാവി ജീവിതം നന്നായിരിക്കണമെന്നും പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നമ്മൾ ഐശ്വര്യമായിട്ട് ജീവിക്കണമെന്ന് നേർച്ച നേർന്നുണ്ടാവും. അങ്ങനെയാണോ? പിന്നെ അമ്മയ്ക്ക് നമ്മളോട് ഒരുപാട് സ്നേഹമുള്ളതല്ലേ. സ്നേഹം ഉണ്ടെങ്കിൽ കൊള്ളാം. അമ്മേ, എന്താ നിർത്തുന്നില്ലേ? രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ? ഇല്ലടാ, 9 പ്രാവശ്യം ചുറ്റിയാ വളരെ നല്ലതാ. നമ്മുടെ നേർച്ചയൊക്കെ ഫലിക്കൂടാ. ഓ പിന്നെ, ഇങ്ങനെ 9 പ്രാവശ്യം ചുറ്റിയല്ലേ ദൈവം അനുഗ്രഹിക്കുന്ന വല്ല റൂൾസും ഉണ്ടോ? കുറെ പ്രാവശ്യം ചുറ്റിയതല്ലേ അമ്മ, വാ പോവാ. നിക്കടാ, ഇനി കുറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ. അല്ല, ഈ നേർച്ച ഇപ്പൊ ആർക്ക് വേണ്ടിയാ? അത് എന്റെ മോള് വിജയലക്ഷ്മിയെ ഞാൻ തേക്കടി വെച്ച് കണ്ടു. അവളോട് ചെന്നൈയിലേക്ക് വരാൻ വേണ്ടി ഞാൻ ഒരുപാട് പറഞ്ഞതാ. പക്ഷെ അവള് സമ്മതിച്ചില്ല. എനിക്ക് ആരും വേണ്ട, ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് അപമാനം വരുത്തി വെച്ചതാ, ഞാൻ കാരണം നാണക്കേടുണ്ടായതല്ലേ എന്നൊക്കെ അവള് പറഞ്ഞത്. അതിനാ എങ്ങനെയെങ്കിലും എന്റെ മോളെന്റെ അടുത്തെത്തണം, അവൾക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയാ ഈ ദേവിയുടെ മുമ്പില് ഞാൻ ഈ നേർച്ചയൊക്കെ നടത്തുന്നത്. അല്ല, കേട്ടോ നിങ്ങള്? ആർക്ക് വേണ്ടി നേർച്ച നടത്തുന്നതെന്ന് കേട്ടില്ലേ? നമ്മളാണ് അമ്മയെ ആത്മാർത്ഥമായിട്ട് നോക്കണമെന്ന് വിചാരിക്കുന്നവര്. എന്ന് അമ്മ ചെയ്യുന്നതോ ആ സ്നേഹം നമ്മളോട് കാണിക്കാതെ ആരുടെ കൂടെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് അവന്റെ കൊച്ചിനെ ഉണ്ടാക്കി അവക്ക് വേണ്ടി നേർച്ച നടത്തുന്നേ. ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മേ, ഞങ്ങൾ അമ്മ എന്തുമാത്രം വിശ്വസിച്ചതാ, എന്നിട്ട് എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നേ? എന്തു പറ്റി മോളെ? അമ്മേ ശിവയും കൂടി നേരത്തെ സംസാരിച്ചത് ഞങ്ങൾ കേട്ടതാ. എടുത്തി, നിങ്ങൾ ടെൻഷൻ ആവല്ലേ? നീ മിണ്ടാതിരിക്കും ശിവ. എന്താമ്മേ, കഴിഞ്ഞ ആഴ്ച തിരുച്ചെന്തൂർ പോവാന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ തേക്കടി പോയല്ലേ? ആ ഒളിച്ചോടി പോയവളെ കണ്ടെത്തി വീണ്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന് ഒരുമിച്ച് താമസിക്കാനാ പ്ലാൻ? ദേ നോക്കമ്മേ, അങ്ങനെ എന്തെങ്കിലും ഒന്നും നടന്നാ ഞാൻ വെറുതെ ഇരിക്കുന്നു വിചാരിക്കണ്ട. എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ വിജയ ജീവിതാവസാനം വരെ എനിക്ക് കാണണ്ട. അതെ അമ്മേ, ഇവള് പറയുന്നത് ശരിയല്ലേ? നമ്മുടെ കുടുംബത്തെ അപമാനിച്ചു പോയവളെ ഇങ്ങനെ ഒളിച്ചു പോയി കണ്ടിട്ട് വന്നിരിക്കല്ലേ? അവള് ചെന്നൈയിലേക്ക് കെട്ടിയെടുക്കാൻ വേണ്ടി ദൈവത്തിനോട് നേർച്ചയായിട്ട് പാദപ്രദക്ഷിണം വരെ ചെയ്തോണ്ടിരിക്കല്ലേ? ഇതൊന്നോട്ട് ശരിയല്ലമ്മേ. മര്യാദക്ക് ലാവണ്യ പറയുന്ന അനുസരിച്ചോ. ഞങ്ങളുടെ കല്യാണ വാർഷികം ആയതുകൊണ്ട് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാ നേർച്ച ചെയ്യുന്നെന്നാ ഞങ്ങൾ വിചാരിച്ചേ. എന്നാൽ ഇത്രയും നന്ദിയില്ലാത്ത ആളാണെന്ന് ഞങ്ങൾ കരുതിയില്ല. അതെ, നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിങ്ങൾ വരാൻ നോക്ക്. ഇങ്ങോട്ട് വാടാ. വിഷമിക്കണ്ടമ്മേ,